ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുന്നത് എത്ര വലിയ ഒരു കീറാമുട്ടിയായിട്ടുള്ള പരിപാടിയാണെന്നുള്ളത് നല്ലപോലെ അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ആ സൈഡിൽ നിന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. നമുക്ക് രണ്ട് ടൈപ്പ് ആൾക്കാർ എടുക്കാം കേട്ടോ. ഡിസിപ്ലിൻസ് ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലാത്ത ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്, അവരെ നമുക്കിതിൽ എടുക്കണ്ട. നമുക്ക് രണ്ട് ടൈപ്പ് ആൾക്കാരെടുക്കാം. ഒന്ന്, ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്യുന്നതൊക്കെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാർ, ജന്മനാ തന്നെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉള്ളവർ. രണ്ടാമത്തെ ടീമാണ് ഡിസിപ്ലിൻസ് ഒക്കെ വളരെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കേണ്ട ടീം. അപ്പൊ ഇതിൽ ഈ ഈസി ആയിട്ട് ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരില്ലേ, രാവിലെ നേരത്തെ എണീക്കുന്ന കാര്യത്തിൽ, ടൈമിങ് കീപ്പ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ, ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ, വ്യായാമം ചെയ്യുന്നതിന്റെ കാര്യത്തിൽ, ഡയറ്റിന്റെ കാര്യത്തിൽ, പല കാര്യങ്ങളിലും പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാർ, അവര് ഡിസിപ്ലിനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കും, നമുക്ക് വേണ്ടി അവർ ക്ലാസ് എടുത്തു തരും. പക്ഷേ പൊതുവെ സാധാരണ ഒരു മനുഷ്യൻ അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പുള്ളി പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല നമുക്കിത് എന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റില്ല. പുള്ളി വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തരിക. ഇത്തരത്തിലുള്ള ഡിസിപ്ലിൻ ഗുരുക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തരിക. ഡിസിപ്ലിൻ ഈസ് വെരി ഈസി, അത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അതായിക്കോളും, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. പക്ഷേ ശീലിക്കണ്ടേ? 4 ദിവസത്തിന് അത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യം. അപ്പം നമ്മൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അവിടെയാണ് ഈ ഡിസിപ്ലിൻ്റെ ഈ ഒരു സബ്ജക്റ്റിവിറ്റി കിടക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, മറ്റേ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ എളുപ്പമുള്ള വ്യക്തി ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് വളരെ എളുപ്പത്തിലായിരിക്കും. പക്ഷെ ബുദ്ധിമുട്ടുള്ള വ്യക്തിക്ക് അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം പറയുന്ന അത്ര ഈസി ആയിട്ട് ഇത് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറീനെ എടുത്തിട്ടാണ് പഠിക്കേണ്ടത്? ഈ ഡിസിപ്ലിൻ ഈസി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആ കാറ്റഗറിയില്ലേ, അതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും ഡിസ്കഷൻ ചെയ്യാനില്ല, കാരണം അവർക്ക് ഈസി ആണല്ലോ. ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളുടെ കാര്യം മാത്രം നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഡിസ്കഷൻ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ആ ടൈപ്പ് ആയതുകൊണ്ടാണ്. ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ ശീലിച്ചെടുക്കുവാൻ വേണ്ടി നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുവാൻ നമ്മൾക്ക് വരുന്ന റിസ്കിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. ഇതിന്റെ സയൻസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. വാട്ട് ഈസ് ദ സയൻസ് ഓഫ് എ ഡിസിപ്ലിൻ? മനുഷ്യന്റെ കയ്യിൽ ഉള്ളത് ഇമോഷൻസ് ആണ്. ഇന്റലക്ട് എന്ന് പറയുന്നത് മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സാധനമാണ്. ഇത് കുറച്ച് ഇന്റലക്ട് ഉണ്ട്, ബേസിക് ഇന്റലക്ട്. ബട്ട് ഒരു മനുഷ്യന്റെ ആധുനിക കാലഘട്ടം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ടൈപ്പ് ഡിസിപ്ലിനും കൾച്ചറൊക്കെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറുന്നതാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതിന് ശേഷം കാലം ഇന്നത്തത് പോലെ, ഇന്ന് കാണുന്ന പോലെ വ്യാപാരങ്ങളുടെയും മത്സരങ്ങളുടെയും കാലമായി മാറിയത് ഒരു 100 കൊല്ലത്തിനകമാണ്. അതിനു മുമ്പ് പശുവിനെ മേച്ചിട്ടും കൃഷി ചെയ്തിട്ടൊക്കെ ജീവിച്ചിരുന്ന, സിമ്പിൾ കൂലിപ്പണിക്ക് പോകാൻ ഒരു മടിയില്ലാതിരുന്ന കാലത്താണ് ജീവിച്ചിരുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്ന് എല്ലാവരും തന്റെ മക്കളെ അതാക്കണം ഇതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം, എനിക്കും അതാവണം ഇതാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. വളരെയധികം ഫാസ്റ്റായിട്ട് മത്സരം നടക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കൂടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു രീതി കൊണ്ടുവരേണ്ടി വരും. ആക്ച്വലി ഇറ്റ് ഈസ് ആന്റി നാച്ചുറൽ. അങ്ങനെയൊന്നും ജീവിക്കേണ്ട ജീവിയല്ല ഇത്. പക്ഷേ സമൂഹം ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നിലായി പോകുന്നുള്ളൊരു കാരണം കൊണ്ട് ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളെ ഡിസിപ്ലിൻഡ് ആക്കുകയൊക്കെ വേണ്ടി വരുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ ജന്മന ഇമോഷണലാണ്. എന്ന് വെച്ചാൽ മനസ്സിൽ തോന്നുന്നത് ചെയ്ത് ജീവിക്കുവാൻ താല്പര്യമുള്ള ഒരു ജീവിയാണ്. പക്ഷേ ട്രെയിനിങ്ങിലൂടെ മനുഷ്യന് ഇന്റലക്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ഈ ഇമോഷണൽ കൾച്ചറിന്റെ മേലെ കുറച്ചൊക്കെ നമുക്ക് ഹൈജാക്ക് ചെയ്തിട്ട് നമ്മളെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് പൂർണ്ണമായിട്ട് പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായി മാറിയതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ വ്യക്തിയുടെ ജെനറ്റിക്സ് വളരെ വലിയൊരു ശതമാനം ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ആ ജെനറ്റിക്സിനെ ഹാൻഡിൽ ചെയ്തിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. മറ്റൊന്നൊരു വ്യക്തി ആദ്യത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റം സെറ്റാവുന്ന പ്രായം 10-13 വയസ്സത്തിനകം ആ വയസ്സിനുള്ളിൽ പഠിച്ചെടുത്ത കാര്യങ്ങൾ, അതും ഡീപ്പ് റൂട്ടഡ് കൾച്ചറായിട്ട് കിടക്കും. അപ്പൊ ഇത് എല്ലാം രണ്ടും കൂടെ ഒരു 50% നമ്മുടെ ഒരു രീതിയായി മാറിയിട്ടുണ്ടാവും. പക്ഷെ ബാക്കി കുറച്ചൊരു പെർസെൻറ്റേജ് ഉണ്ട്, ഒരു 50-40% എന്തായാലും ഉണ്ടാവും, ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടാവും. ഇത് നമുക്ക് ആൾട്ടർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ആ ഒരു പെർസെൻറ്റേജിന്റെ മേലെ ചെയ്യുന്ന വർക്കാണ് വാസ്തവത്തിൽ ഡിസിപ്ലിൻ. ആ ഒരു ഏരിയയുടെ മേലെ എന്താ വെച്ചാൽ അതിനെ പറയാം നമ്മൾ വിൽ പവർ കൾച്ചർ എന്നാണ്. വിൽ പവർ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് പഠിച്ചെടുത്തിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മളിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ് ആണ്.
ഈ ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രധാനമായിട്ട് വേണ്ട എന്താണെന്നറിയോ? ഒരു മനുഷ്യനിൽ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ആ മനുഷ്യനിൽ കൊണ്ടുവന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ മനസ്സ് പറയുന്ന മെത്തേഡുകളെ അവിടെ തടഞ്ഞു നിർത്താനും ബുദ്ധി പറയുന്ന മെത്തേഡ് അനുസരിച്ചിട്ട് ജീവിക്കുവാനുമുള്ള ഒരു ട്രെയിനിങ് ആണ് ആവശ്യം. ബുദ്ധി പറയുന്നത് കേട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആവാൻ പറ്റുള്ളൂ. മനസ്സ് പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് ഡിസിപ്ലിൻ ഉണ്ടാവില്ല. രാവിലെ കിടന്നുറങ്ങാൻ പറയും മനസ്സ്, അപ്പൊ നമ്മൾ കിടന്നുറങ്ങും. വ്യായാമം ഒന്നും ചെയ്യണ്ട, അവിടെ സുഖമായി ചാരി കസേരയിൽ ചാരി കിടന്നോളൂ എന്ന് പറയും, അപ്പൊ നമ്മൾ അത് ചെയ്യും. അപ്പോൾ എല്ലാത്തിലും മനസ്സ് പറയുന്നതാണെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവില്ല. മധുരം കഴിക്കരുത് എന്ന് നമ്മുടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, പക്ഷെ മനസ്സ് മധുരം കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ കഴിക്കും. ബുദ്ധി പറയാണ് മധുരം കഴിക്കരുത്, പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കില്ല. അപ്പൊ ബുദ്ധി ഗൈഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഡിസിപ്ലിൻ ഉണ്ടാവും. എന്താണ് ഒരു ശീലം? ശീലം എന്നാൽ നമ്മുടെ മനസ്സിന്റെ തോന്നലുകളുടെ മേലെ നമ്മുടെ ബുദ്ധിയുടെ തോന്നലുകൾ കൊണ്ട് നമ്മൾ ഒരു ഒരു ഹൈജാക്ക് ചെയ്യുകയാണ് അതിനെ. നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾഡ് ആക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ പേരാണ് ശീലം. അപ്പോൾ ഒന്ന്, നമ്മളുടെ മനസ്സിൽ നിന്നുണ്ടാവുന്ന ഇൻസ്റ്റിങ്ക്റ്റ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്തത്, ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉണ്ടാകും, പക്ഷെ ഇൻസ്റ്റിങ്ക്റ്റുകളെ നമ്മൾ പരിഗണിക്കുന്നില്ല, അതിനെ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ തീരുമാനിച്ചു വെച്ചൊരു കാര്യം നമ്മൾ ചെയ്യുന്നു, ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും. ഇതാണ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നിടത്ത് മനുഷ്യന് ഇട്ട് വീഴുന്നതിനുള്ള കാരണം. എന്താ? ആ ഒരു മെന്റൽ സ്ട്രഗിളിനെ സഹിക്കാൻ പറ്റില്ല മനുഷ്യൻ. ബോറിംഗ് ആവും അത്, അല്ലെങ്കിൽ ഒരുമാതിരി ഇറിറ്റേഷൻ ഉണ്ടാവും, അപ്പോൾ അതിനെ ഇട്ട് വീഴും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആദ്യമേ ഒരു ധാരണ ഉണ്ടായിരിക്കണം, ഒരു കാര്യം ശീലമായി കഴിയുന്നത് വരയ്ക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. അതാണ് വലിയ കാര്യം. മനുഷ്യന് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉപയോഗിച്ചിട്ടും അവൻ്റെ ആ ഒരു വ്യക്തിഗതമായ ജെനറ്റിക്സ് ഉപയോഗിച്ചിട്ടും ചെറുപ്പത്തിൽ പഠിച്ചെടുത്ത കൾച്ചർ അനുസരിച്ചിട്ടുമാണ് ആ വ്യക്തി ടോട്ടലി പ്രവർത്തിക്കുക. എന്നാൽ നമ്മൾ തീരുമാനിക്കുകയാണ് ഒരു നേടിയെടുത്ത കൾച്ചർ നമ്മളിൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്തൊരു കൾച്ചർ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ജെനറ്റിക് കൾച്ചറും ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് കൾച്ചറും നമുക്കെതിരെ പടപൊരുതാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ബോധ്യപ്പെട്ട് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിയാണ്, ഇതൊക്കെ ഉണ്ടാകും, ഇതിന്റെ ഭാഗമാണ്. ഒരു ശീലം പഠിച്ചെടുക്കുന്ന സമയത്ത് ആ ശീലത്തിന്റെ കൂടെ നമ്മൾക്ക് കോപ്പപ്പ് ചെയ്ത് പോകാൻ വേണ്ടി സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ സ്ട്രഗിൾ എന്നും ഉണ്ടാകില്ല, അതൊരു ശീലമായി മാറുന്നത് വരയ്ക്കേ ഉണ്ടാകുകയുള്ളൂ എന്ന ബോധ്യം നമുക്ക് വേണം. നമ്മൾ ABCD പഠിച്ചിരുന്ന സമയത്ത് ബുക്കിൽ ഒരു പെന്നുകൊണ്ട് ABCD എഴുതാൻ പഠിച്ചിരുന്ന കാലത്ത് നമുക്കിത് വലിയ സ്ട്രഗിൾ ആയിരുന്നു. ഇന്ന് നമുക്കത് എത്ര ഈസിയാണ്. അത് നമ്മളുടെ ഒരു ഭാഗമായി മാറിയില്ലേ? ആ ഒരു കാര്യം പഠിച്ചെടുക്കുന്ന സമയം വരെ അതുള്ളൂ. സൈക്കിൾ ചവിട്ടിയിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഈ സൈക്കിൾ ബാലൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് ലോജിക്കലി ചിന്തിക്കും, ഈ 2 ചക്രമുള്ള സാധനം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ നിൽക്കുക? 4 ചക്രം ഉണ്ടെങ്കിൽ ഓക്കെ, ഈ 2 ചക്രമുള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴില്ലേ എന്നൊക്കെയാണ് നമ്മൾ വീഴുന്നതിന് നമ്മൾ കൊടുക്കുന്ന ന്യായീകരണം. പക്ഷേ സൈക്കിൾ ബാലൻസ് നേടിയെടുത്ത ഒരാൾക്ക് അറിയാൻ പറ്റും അത് വീഴാതെ കൊണ്ടുപോകാൻ പറ്റും, ബൈക്കാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. ഡ്രൈവിംഗ് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ആ തുടക്കത്തിൽ എന്തോ ഒരു സ്ട്രഗിൾ ആയിരുന്നു അത്. ബട്ട് അത് ശീലമായി മാറുമ്പോൾ ഇതിനെയാണ് നമ്മളുടെ മോട്ടോർ മെക്കാനിസം എന്ന് പറയുക. ബ്രെയിനിന്റെ മോട്ടോർ മെക്കാനിസങ്ങളുണ്ട്, അതായത് യാന്ത്രിക പ്രവൃത്തികൾ, നമ്മൾ കോൺഷ്യസ്ലി എഫർട്ട് ഒന്നും ഇടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ. ഇപ്പൊ രാവിലെ എണീക്കുക, പല്ല് തേക്കുക, കുളിക്കുക, ഇതൊക്കെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് നാച്ചുറലായി മാറിയത്? ഇത് നാച്ചുറലി നമ്മളിൽ ഉള്ളതുകൊണ്ടാണോ? അല്ല. ചെറുപ്പത്തിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ഉടുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉടുപ്പിടാതെ നടക്കുമോ? ഇല്ലല്ലോ, നമുക്ക് നാച്ചുറൽ അല്ലേ ഉടുപ്പിടുന്നത്. പക്ഷെ ചെറുപ്പത്തിൽ എത്ര ഉടുപ്പിട്ട് തന്നാലും അഴിച്ചിടും, പിന്നീട് എടുത്ത് അണിയിപ്പിക്കും. അപ്പൊ അന്ന് നമുക്ക് ഉടുപ്പൊക്കെ ഒരു അലർജി ആയിരുന്നു. അപ്പൊ ശീലമായി വരുന്നത് വരെ ഒരു സാധനം നമുക്ക് അസ്വസ്ഥത തന്നെയായിരിക്കും എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അത് ശീലമാകുന്നത് വരയ്ക്ക് മാത്രമുള്ള സ്ട്രഗിൾ ആണ് എന്നുള്ള ബോധ്യം വേണം. ഇതാണ് ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദാറ്റ് ഈസ് നോട്ട് എൻ ഈസി തിങ്, ദാറ്റ് ഈസ് നോട്ട് എ ഫണ്ണി തിങ്. അത് വളരെ കുറച്ച് സ്ട്രഗിൾ ഉള്ളൊരു കാര്യമാണ്. ശീലമായാൽ ഈ എഴുതി പഠിച്ചതുപോലെ, ഉടുപ്പിടാൻ പഠിച്ചതുപോലെ, പല്ല് തേക്കാൻ പഠിച്ചതുപോലെ ഒരു യൂസ്ഫുൾ ടു കാര്യമായി മാറും അത് എന്ന് നമ്മൾ ഓൾറെഡി ശീലമാക്കി മാറ്റിയിട്ടുള്ള നമ്മുടെ ശീലങ്ങളെ വെച്ച് നമ്മളുടെ തന്നെ മനസ്സിനും ബുദ്ധിക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ. ഇത് ശീലമായ ഓക്കെ ആവുന്നതേ ഉള്ളൂ എന്നുള്ളത്.